ആ നിർത്ത്. ഈ ബൈക്കിൽ വരുന്ന സമയത്തെ ഹെൽമെറ്റ് വേണമെന്ന് അറിയാമല്ലേ? എൻ്റെ വീട് ഇവിടെ അടുത്താ സാറേ. അടുത്താണ്, അല്ലെങ്കിലും ഹെൽമെറ്റ് വെക്കേണ്ടടുത്ത് ഹെൽമെറ്റ് വെക്കണം. ബാഗിനകത്ത് എന്നാടോ കൊട്ടാൻ പോന്ന കൊട്ടാനേ. അപ്പൊ അതുകൊണ്ടാ സാറേ ഞാൻ പരിപാടിക്ക് പോവാ. 1000 രൂപ ഫൈൻ. അയ്യോ എൻ്റെ കയ്യിലില്ല സാറേ. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തല്ലേ സാറേ. ഞാൻ പൊക്കോളാം സാറേ. എനിക്ക് ഷുഗറാ സാറേ. ലൈസൻസും ഇൻഷുറൻസും തന്നിട്ട് റെസിപ്റ്റ് മേടിച്ചിട്ട് പോയച്ചാൽ മതി. മൂഞ്ചി. ധൃതിയൊന്നും വെക്കല്. പയ്യെ കച്ചാൻ എങ്ങനെ എടുക്കണം, പയ്യെ എടുക്കാവുള്ളൂ. ആശ കൊടുത്തോണ്ട് എടുക്കു വെച്ചേ. അത് കൊടുത്ത് ആശ കൊടുക്കു വെച്ചേ. എടാ ഒരാഴ്ച അതിലൂടെ ഈ ഡ്രൈവിങ് തുടങ്ങിയിട്ട് ഇതുവരെ നിനക്കൊരു സ്റ്റീറിംഗ് മനസ്സായില്ലേ? ഇത് ഭയങ്കര ടൈറ്റ് ആശാനെ. എന്റെ പൊന്നു മോനെ, ഞാൻ ഇതുകൊണ്ടാ ജീവിക്കുന്നത്. നീ ഇങ്ങനെ കുറെ നാളിങ്ങനെ വന്ന് ഓടിച്ചാൽ ഞാൻ എവിടെ ചെന്ന് പോയി ജീവിക്കും? അയ്യോ, ഒരു ഗതിയില്ലാതായിപ്പോ. കുഞ്ഞെ ഭയങ്കര പാടാ. പണ്ടത്തെ പോലെ ലൈസൻസ് ഒന്നും കിട്ടിയേരാ. അത് മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരു കോപ്പും കിട്ടിയ ഒരു ലാഭവും ഇല്ല. അയ്യോ, വേറെ ശിക്ഷയാന്ന് വെച്ച് കോപ്പ് പറഞ്ഞ. എടാ, ഒരു സൈഡിലേക്ക് മാത്രമല്ല തിരിക്കണ്ടേ, ഇടത്തേക്ക് മാത്രല്ല വലത്തേക്കും തിരിക്കണം. ആണ്ട് ചെക്കിങ്. എന്റെ ദൈവമേ, ഇതെന്നെ നാടകക്കാരനോ? പോലീസുകാരന്റെ ഡ്രസ് വിട്ട്. വേണ്ടാ, എന്റെ അടിയിലുണ്ടാ, ഞാൻ ചവിടിക്കോളാം. എന്താ സാറേ? എന്നാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. എന്നാ അറിയിക്കോ, ഇലക്ഷൻ ആയിട്ട് വണ്ടി മൊത്തം ചെക്കിങ്ങാ. പേടിക്കാനൊന്നുമില്ല. എസ് ഐ നമ്മുടെ പാർട്ടിയാ. ഞാൻ പോയിട്ട് വരാം. സാറേ നമസ്കാരം. സ്റ്റുഡൻ്റ് സാറേ, ഞാൻ പോകട്ടെ. എടോ, കുഴപ്പമൊന്നുമില്ലോ അല്ലേ? ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും കാണിച്ചു പോകും. മോനെ, ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ടാ? ഓ, മടുപ്പാണ് പപ്പ. എന്നാ പറയാനാ, ഫുഡൊക്കെയാണ് ഷോവാ. സാമ്പാറൊക്കെ വെള്ളം പോലെയാ. ആഹാ, അങ്ങനെയാണല്ലേ? ഹോസ്റ്റലൊക്കെ അങ്ങനെയാ. എന്റെയൊക്കെ ഹോസ്റ്റലിട്ടുണ്ടല്ലോ, ഇതിലും കഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ നിനക്ക് തരുന്ന പോലെ പോക്കറ്റ് മണിയൊന്നും എൻ്റെ അപ്പൻ എനിക്ക് തരുന്നില്ലായിരുന്നു. ആ ബെസ്റ്റ്. അപ്പം ഇതൊന്നും ഇല്ലാതാണോ വണ്ടി കൊണ്ട് കിടക്കുന്നത്? തിരക്കൊക്കെ മറന്നുപോയി സാർ. 2000. അയ്യോ, ചതിക്കല്ലേ. ഞാൻ പട്ടിണിയാവും സാറേ. എൻ്റെ പൊന്നു സാറേ, കാല് പിടിക്കാൻ ചതിക്കല്ലേ. ചെക്കിങ് ആണല്ലോടാ. സതീശ, ഒരു വണ്ടി വരുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേ. ആ ഇലക്ഷൻ വണ്ടിയെല്ലാം ചെക്കിങ്. സഹകരിക്കണം കേട്ടോ. ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കണേ. അടച്ചിട്ട് പോടും. ആ നില നിർത്തിക്കേ.
സാറേ അത് കുഴപ്പമില്ലെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് തരും. ഇതാര് നേതാവോ? എന്താ സാറേ സമയം കളയാതെ വണ്ടി ചെക്ക് ചെയ്തിട്ട് വീട് സാറേ. വിടാം, എല്ലാം ഉണ്ടല്ലോ അല്ലേ? സാറ് കണ്ടിട്ട് ബോധ്യപ്പെട്ടാ മതി. ഞാനത് കണ്ടിട്ടേ വിടുന്നു. ഞാൻ നോക്കട്ടെ ഏതായാലും. സഖാവേ, സൂട്ട് കേസും ബാഗൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇലക്ഷനാ വരുന്നേ. എന്ത് ചെയ്യാനാ, പണി മൊത്തം നമുക്കാ. നിങ്ങൾക്ക് ചുമ്മാ അങ്ങ് ഭരിച്ചാ പോരെ. എന്നാൽ നേതാവ് കിടിതമൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ, ഞാനൊന്ന് കാണട്ടെ. വണ്ടിയൊക്കെ മാറ്റിയിട്. സതീശ, അത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഇതൊന്ന് കാര്യമായിട്ട് ചെക്ക് ചെയ്യണം. സാറേ ഇങ്ങ് വന്നേ. നിങ്ങളങ്ങോട്ട് വണ്ടി മാറ്റിയിട്. എന്താ സാർ കാര്യം? നിങ്ങളങ്ങോട്ട് വണ്ടി മാറ്റിയിടാൻ. കൊള്ളാലോടാ മോനെ. എന്താ സാർ, എന്ത് പറ്റി? എന്താ കാര്യം? സാറിന് ഒന്നും മനസ്സിലായില്ലല്ലേ? ഇതെന്താ സാർ? മർജ്വാന, അയ്യോ, അതായത് കഞ്ചാവ്. സാർ ഇത് അതൊന്നുമല്ല, ഇത് വേറെന്തോ. എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസ് അത് വെറുതെ ആയാലോടൂ. കഞ്ചാവ് ഏതാ അറക്കപ്പൊടി ഏതാ എന്ന് തിരിച്ചറിയാം. ആ അറിവുണ്ടായിട്ടാണോ ഈ തൊപ്പി ഞങ്ങളുടെ തലയിൽ കയറിയത്. മോൻ പറ, ഇതെന്തുവാ? ഫിലിസാർ അങ്ങോട്ട് മാറിക്കേ. ഇതെന്താ ഇത്? വേഗം പറയടാ, ഇതെന്തുവാ? കഞ്ചാവ സാർ, കഞ്ചാവ, കഞ്ചാവ. എഫ്ഐആർ എഴുതിക്കോ. ഒരു 10 കൊല്ലം അകത്തിലുള്ള കുഴപ്പമുണ്ട്. സാർ പ്ലീസ്. സാർ, സാർ ഞാൻ 20 ലക്ഷം രൂപ തരാം. എത്ര തരും? സാർ 20-ഓ 30-ഓ അതെത്രയാണേലും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ മകൻ്റെ ഭാവി എനിക്ക് വലുത്. ഇന്ന് തന്നെ തരുമോ? സാർ ബാങ്കിൽ പോകുന്ന താമസം മാത്രം. എന്താ ചെയ്യണ്ടേ സാർ? കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ പുറംകാലോട് തട്ടിക്കളയേണ്ട കാര്യമുണ്ടോ? വേണ്ട സാർ. എടോ സതീശ, താൻ എന്നോട് പറഞ്ഞില്ലേ കണ്ട നേതാക്കന്മാർ പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മണ്ടനാണ് ഞാനെന്ന്? ഭരണം കയ്യിലുള്ളപ്പോൾ ഏത് നാറി പറയുന്നത് കേട്ടാലും കേട്ടില്ലെങ്കിലും ഏതെങ്കിലും പാതാളത്തിലേക്ക് അവർ നമ്മളെ സ്ഥലം മാറ്റും.
പക്ഷേ തിരിച്ചടിക്കാൻ അവസരം കിട്ടിയ പോലീസ് ബുദ്ധിയല്ല കയ്യിലിരിക്കുന്നത്, അതെടുത്തങ്ങോട്ട് പ്രയോഗിക്കണം. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അടുത്ത 2 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പാ. വെറുതെ വീട് കിട്ടിയ കഞ്ചാവ് നമുക്ക് കത്തിച്ച് കളയണം. വേണ്ട സാറേ. ഇപ്പൊ മനസ്സിലായി അല്ലേ? എന്നാൽ ആ ക്രെഡിറ്റ് നേതാവിനിരിക്കട്ടെ. സാക്ഷിയായിട്ട് വേണ്ടേ ഈ ഫിലിം സാർ അല്ലേ സാറേ? ഇപ്പോഴാ എന്റെ ദൈവമേ ഒരു സമാധാനമായത്. എന്താ നീ ഓട്ടോയ്ക്കകത്ത് കഞ്ചാവച്ചോണ്ട് തുടങ്ങി? സഹാവിന്റെ വേഷം ഇട്ടുള്ളത് അങ്ങോട്ട് മാറി.